നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം, ആ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ സ്വർണവും വിദേശ രാജ്യങ്ങളുടെ കറൻസിയുമെല്ലാം ഉണ്ടാകും എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഡോളർ ആയിരിക്കും. കാരണം ഡോളർ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ നടത്തേണ്ടത്. നമുക്കാവശ്യമുള്ള കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ആ ഇറക്കുമതി ചെയ്യുന്ന വസ്തുവകകൾക്ക് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾക്ക് പകരമായി നമ്മൾ കൊടുക്കേണ്ടത് ഡോളറിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലെ ഡോളർ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ RBI ഇപ്പോൾ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ നിന്നും ഡോളർ കുറയ്ക്കുകയും സ്വർണം കൂട്ടുകയും ചെയ്യുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് സ്വർണത്തിൽ കൂടുതൽ വിശ്വാസം RBI കൽപ്പിച്ചിരിക്കുകയാണ്. ലോകമെമ്പാടും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. രാജ്യങ്ങൾ തമ്മിൽ സംഘർഷം നടക്കുന്നു. റഷ്യയും യുക്രൈനും തമ്മിൽ വർഷങ്ങളായി സംഘർഷം നടക്കുന്നു. ഇപ്പോൾ പശ്ചിമേഷ്യ അത് വളരെ കൂടുതൽ അക്രമാസക്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സമാധാന ചർച്ചകളും ഉടമ്പടികളും ഒക്കെ വന്നെങ്കിലും ഇപ്പോൾ വീണ്ടും ആക്രമണവും പ്രത്യാക്രമണവുമെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. എപ്പോൾ സംഭവിക്കുമെന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പുതിയ ലോകക്രമത്തിനനുസരിച്ച് സ്വന്തം വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ കൃത്യമായ മാറ്റങ്ങൾ വരുത്തുകയാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ RBIയുടെ 2026 മാർച്ചിലെ കണക്കുകൾ അനുസരിച്ച് വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ സ്വർണത്തിൻ്റെ അളവ് 16.7% ഉയർന്നിരിക്കുന്നു. തൊട്ട് മുന്നിലത്തെ വർഷം അത് 13.92%. അതിൽ നിന്നുമാണ് 16.7%-ലേക്ക് RBI കഴിഞ്ഞ മാർച്ചിൽ ഉയർത്തിയത്. വീണ്ടും സ്വർണത്തിൻ്റെ അളവ് ഉയർത്താനാണ് ഇപ്പോൾ RBI തീരുമാനിച്ചിരിക്കുന്നത്. കയ്യിലുണ്ടായിരുന്ന ഡോളർ മുഴുവൻ ഒഴിവാക്കാൻ നിരവധി കാരണങ്ങളുണ്ട് RBIക്ക്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രൂപയുടെ വിലത്തകർച്ച തന്നെയാണ്. കഴിഞ്ഞ കുറേ നാളായി അന്താരാഷ്ട്ര സാഹചര്യങ്ങൾക്കനുസരിച്ച് രൂപയുടെ വിലത്തകർച്ച നടക്കുകയാണ്. അതായത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ വില ഈ യുദ്ധ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറിമറിയുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് രൂപയുടെ വില ഡോളറിനെതിരെ ഇടിയുന്നത്. രൂപയുടെ വില പിടിച്ചു നിർത്താനായി പലപ്പോഴും RBI ഈ മണി മാർക്കറ്റിലേക്ക് ഡോളറുകൾ വിൽപ്പന നടത്താറുണ്ട്. അങ്ങനെ വിൽപ്പന നടത്തുമ്പോൾ രൂപയുടെ വില പിടിച്ചു നിർത്താൻ സാധിക്കും. പക്ഷേ രാജ്യത്തിന് ആവശ്യമായ ഡോളർ ശേഖരമുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അത്തരത്തിലുള്ള വിൽപ്പന നടത്തുന്നത്. മാത്രമല്ല ഡോളറിൻ്റെ വിലയിടിക്കാൻ, അന്താരാഷ്ട്ര കറൻസി വിപണിയിൽ ഡോളറിൻ്റെ വിലയിടിക്കാൻ അത് കാരണമാവുകയും ചെയ്യും. അത്തരത്തിലൊരു നടപടിയാണ് ഇപ്പോൾ RBI സ്വീകരിച്ചിരിക്കുന്നത്. അതായത് വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ നിന്നും ഡോളറുകൾ പരമാവധി ഒഴിവാക്കി ആ സ്ഥാനത്ത് സ്വർണം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. ഈ രൂപയുടെ വില പിടിച്ചു നിർത്തുക എന്നതുൾപ്പെടെയുള്ള യുദ്ധ സാഹചര്യങ്ങൾ മാനേജ് ചെയ്യുക എന്നതുൾപ്പെടെയുള്ള ഒട്ടനവധി ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതിനുണ്ട്. ഇന്ത്യയുടെ കയ്യിൽ എത്ര കിലോ അല്ലെങ്കിൽ എത്ര ടണ്ണോളം വരുന്ന സ്വർണം ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലുണ്ട്? ഏതൊരു രാജ്യത്തിൻ്റെയും വിദേശ നാണ്യ കരുതൽ ശേഖരം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യത്തിന് 2, 3, 4 മാസക്കാലം അല്ലെങ്കിൽ 1, 2 വർഷക്കാലം ഈ രാജ്യത്തിനാവശ്യമായ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനാവശ്യമായ വിദേശ നാണ്യ കരുതൽ ശേഖരം ഉണ്ടാകണം. അത് കുറയുന്നത് തീർച്ചയായും രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ വല്ലാതെ ഉലയ്ക്കും. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയുടെയും പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ഒക്കെ വിദേശ നാണ്യ കരുതൽ ശേഖരം കുറഞ്ഞു പോകുന്നതും അവർക്കാവശ്യമായ വസ്തുവകകൾ പ്രത്യേകിച്ചും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് വാങ്ങാൻ കഴിയാത്ത സാഹചര്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സാഹചര്യം ഇന്ത്യക്കും ഉണ്ടായിട്ടുണ്ട്. 1990കളിലാണ് അത്തരം സാഹചര്യം ഉണ്ടായത്. ഇന്ത്യ അന്നൊക്കെ പിന്തുടർന്നു വന്നിരുന്ന നെഹ്റൂവിയൻ സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയം, ആ നെഹ്റൂവിയൻ സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങൾ കാരണം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ തകർച്ചയുണ്ടാവുകയും പൊതുമേഖലാ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സമ്പദ് വ്യവസ്ഥയായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം നഷ്ടം വരുത്തിയതോടുകൂടി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ അത് പിടിച്ചു കുലുക്കുകയും പിന്നീട് അങ്ങോട്ട് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക തകർച്ച നേരിടേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം, കരുതൽ ശേഖരം ഇടിഞ്ഞു താഴുകയും ഇന്ത്യക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വരികയും ഒക്കെ അന്ന് ചെയ്തിരുന്നു. അന്ന് ഇന്ത്യ ചെയ്തത് ഇന്ത്യയുടെ പക്കലുണ്ടായിരുന്ന
കരുതൽ സ്വർണ്ണശേഖരത്തിലുണ്ടായിരുന്ന സ്വർണം, ആ സ്വർണത്തിൽ നിന്നുള്ള കുറച്ചു ഭാഗം എടുത്ത് വിദേശത്ത് കൊണ്ടുപോയി പണയം വച്ചിട്ടൊക്കെയാണ് പിന്നീട് ഇന്ത്യക്ക് ആവശ്യമായ വിദേശ നാണ്യം ശേഖരിച്ചത്. അങ്ങനെ പിന്നീട് 90കളിലെ ആ ഒരു വലിയ ദുരന്തത്തിന് ശേഷം ഇന്ത്യ പഠിക്കുകയും ഇന്ത്യക്ക് അന്താരാഷ്ട്ര സഹായം ഉൾപ്പെടെ ലഭിക്കുകയും ഈ അന്താരാഷ്ട്ര സഹായം ലഭിക്കണമെങ്കിൽ ഉദാരീകരണ നയങ്ങൾ നടപ്പിലാക്കണമെന്ന് വന്നപ്പോൾ അത് നടപ്പിലാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇന്ത്യ അന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇന്ത്യ പഴയ ഇന്ത്യ അല്ല. ഇന്ത്യ ലോകത്തിലെ തന്നെ GDPയുടെ അടിസ്ഥാനത്തിൽ 4ാം സ്ഥാനത്തുള്ള സമ്പദ് വ്യവസ്ഥയാണ്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇന്ത്യ 3ാം സ്ഥാനത്തുള്ള ജർമ്മനിയെ മറികടന്ന് സ്വയം 3ാം സ്ഥാനത്ത് എത്തുകയും ചെയ്യും എന്ന കണക്കുകളും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് കരുതൽ ശേഖരത്തിൽ നിന്നും ഡോളറിന്റെ അളവ് കുറയ്ക്കാനും സ്വർണത്തിന്റെ അളവ് കൂട്ടാനുമുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. തീർച്ചയായും ഡോളറിന് ഇത് ശുഭകരമായ, അല്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് ശുഭകരമായ വാർത്തയല്ല. പക്ഷേ സ്വർണ്ണ ശേഖരം എന്തായാലും ഇന്ത്യ കൂട്ടുകയാണ്. ഇന്ത്യയുടെ പക്കൽ ഏതാണ്ട് 880.52 മെട്രിക് ടൺ സ്വർണമുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 880.52 മെട്രിക് ടൺ സ്വർണമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ മാത്രം. ഇന്ത്യയുടെ വീടുകളിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോ ഒക്കെ ഉള്ള സ്വർണ്ണമല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ മാത്രമുള്ള സ്വർണ്ണമാണ് 880.52 മെട്രിക് ടൺ. ഇതിൽ ഭൂരിഭാഗവും നേരത്തെ വിദേശത്തായിരുന്നു. വിദേശത്ത് നിന്ന് സ്വർണം വാങ്ങി അവിടെ തന്നെ സൂക്ഷിക്കുകയാണ്. അവിടുത്തെ ഏതെങ്കിലും സെൻട്രൽ ബാങ്കിൻ്റെ, ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ കരുതൽ ധനം ശേഖരിച്ചു വച്ചിരിക്കുന്നത് ഈ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടാണ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അവിടുത്തെ സെൻട്രൽ ബാങ്കാണ്. ആ സെൻട്രൽ ബാങ്കിൻ്റെ വോൾട്ടുകളിലാണ് ഇന്ത്യയുടെ കരുതൽ ശേഖരം ഉണ്ടായിരുന്നത്. ഏതാണ്ട് പകുതിയോളം, ഈ പറയുന്ന അന്നത്തെ സ്വർണ്ണ ശേഖരത്തിൻ്റെ പകുതിയോളം വിദേശത്തായിരുന്നു. കുറച്ചു മാത്രമാണ് ഇന്ത്യയുടെ പക്കൽ, ഇന്ത്യയുടെ RBIയുടെ ഇന്ത്യയിലെ വോൾട്ടുകളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അത് ഘട്ടം ഘട്ടമായി പല രാജ്യങ്ങളിലും ഉണ്ടാകുന്ന അനിശ്ചിതാവസ്ഥയൊക്കെ പരിഗണിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായി ഇന്ത്യയിലേക്ക് മാറ്റാനുള്ള ശ്രമം നരേന്ദ്രമോദി സർക്കാർ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 1-2 ഘട്ടമായി വിദേശത്തു നിന്നും ഇന്ത്യയുടെ കരുതൽ ശേഖരത്തിൽപ്പെടുന്ന സ്വർണം ഇന്ത്യയിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ 2/3 സ്വർണവും, ഇന്ത്യയുടെ കരുതൽ ശേഖരത്തിലെ 2/3 സ്വർണവും ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വോൾട്ടുകളിൽ തന്നെയാണ്. അതായത് 880.52 മെട്രിക് ടൺ സ്വർണത്തിൽ 680.05 മെട്രിക് ടൺ സ്വർണവും ഇപ്പോൾ ഇന്ത്യയുടെ വോൾട്ടുകളിൽ തന്നെയാണ് ഉള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിലാണ് ഇപ്പോൾ ഈ സ്വർണ്ണശേഖരവുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ നടക്കുന്നത്. അതിലേറ്റവും ഒടുവിലത്തെ മാറ്റമാണ് ഡോളർ. ആ ഡോളറിൻ്റെ അളവ് കുറയ്ക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. ഇതിൽ വലിയൊരു തീരുമാനം തന്നെയാണ് ഇതെന്ന് പറയേണ്ടി വരും. കാരണം എപ്പോഴും ഡോളറിനെ ആശ്രയിച്ചാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ അന്താരാഷ്ട്ര വ്യാപാരം നടന്നുകൊണ്ടിരുന്നത്. കാരണം എല്ലാ വ്യാപാരങ്ങൾക്കും ഡോളർ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഡോളറിനെ ഓരോ രാജ്യങ്ങളും പൊന്നുപോലെ സൂക്ഷിച്ചിരുന്നു. ഇന്ത്യയും അങ്ങനെ തന്നെയാണ് സൂക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഇന്ത്യക്ക് അത്ര കണ്ട് ഡോളറിൻ്റെ ആവശ്യമില്ല. ഡോളറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇന്ത്യ കുറച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പല വ്യാപാരവും ഇന്ത്യൻ രൂപയിൽ തന്നെ നടത്തുകയാണ്, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ കറൻസികളിൽ നടത്തുകയാണ്. ഇപ്പോൾ റഷ്യയുമായിട്ടുള്ള എണ്ണ വ്യാപാരം അത് ഇന്ത്യൻ രൂപയിലും അതുപോലെ തന്നെ റൂബിളിലും ഇന്ത്യ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ നിരവധി രാജ്യങ്ങളുമായി അതത് രാജ്യങ്ങളുടെ കറൻസി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ വ്യാപാരം നടത്തുന്നുണ്ട്. ഡോളറിലുള്ള ഡിപ്പെൻഡൻസി കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ രൂപയുടെ വിലയടക്കം ഇടിഞ്ഞു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ കൂടുതൽ ഡോളറുകൾ വിപണിയിലേക്ക് ഇറക്കിക്കളയുക എന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ ഇന്ത്യ പയറ്റിയിരിക്കുന്നത്. അങ്ങനെയാണ് ഡോളറിൻ്റെ എണ്ണം കുറയ്ക്കാനും സ്വർണത്തിൻ്റെ അളവ്, അതായത് യുദ്ധമടക്കമുള്ള സാഹചര്യങ്ങൾ ഉള്ളതിനാൽ സ്വർണം പോലെയുള്ള സുരക്ഷിത മേഖലയിലേക്ക് നിക്ഷേപം മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ഡോളറിനെ കുറച്ചുകൊണ്ട് സ്വർണ്ണ നിക്ഷേപം ഉയർത്തി വിദേശ നാണ്യ കരുതൽ ശേഖരം ബാലൻസ് ചെയ്യാനായി ഇപ്പോൾ കേന്ദ്ര സർക്കാരും RBIയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.